ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയിലേക്കാണ് പോകുന്നത്. ഛത്തീസ്ഗഡിൽ ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം. ബിലാസ്പൂർ NIA കോടതിയാണ് ജാമ്യം അനുവദിച്ചത്. വിവരങ്ങളുമായി KC ഉണ്ണികൃഷ്ണൻ ചെയ്യുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ, ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്. ഉപാധികളോടെയാണോ ജാമ്യം ലഭിച്ചത്? എന്തൊക്കെ ഉപാധികളാണ് നൽകിയിരിക്കുന്നത്? കൂടുതൽ വിവരങ്ങൾ. അതിന് തീർച്ചയായും വളരെ നിർണായകമായ, വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. മലയാളി കന്യാസ്ത്രീകൾ, ജയിലിൽ അടയ്ക്കപ്പെട്ട മലയാളി കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്ന് തന്നെയാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. എന്തായാലും ബിലാസ്പൂർ NIA കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത് എന്നതാണ് പറയേണ്ടത്. ഉപാധികൾ 50,000 രൂപയുടെ ബോണ്ട് അത് ഉണ്ട്. അതോടൊപ്പം തന്നെ 50,000 രൂപയുടെ ബോണ്ട്, 2 ആൾജാമ്യം, കൂടാതെ പാസ്പോർട്ട് കെട്ടിവെക്കണം. ഈ 3 കാര്യങ്ങളാണ് ഉപാധികളായി വന്നിരിക്കുന്നത്. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. എന്തായാലും കുടുംബാംഗങ്ങളെല്ലാം തന്നെ വലിയ പ്രതീക്ഷയോടെ കണ്ടിരുന്ന, അല്ലെങ്കിൽ പ്രതീക്ഷയോടെ കാത്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ഇവർക്ക് ജാമ്യം ലഭിക്കുക എന്നുള്ളത്. വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളെല്ലാം തന്നെ അരങ്ങേറുന്ന ഒരു കാര്യം. 9 ദിവസത്തിന് ശേഷമാണ് ജാമ്യം എന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ തന്നെ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുമെന്നതാണ് പറയേണ്ടിയിരിക്കുന്നത്. എന്തായാലും മതപരിവർത്തനം, അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്തടക്കമുള്ള കുറ്റങ്ങൾ ആരോപിച്ചാണ് ഈ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്തത്, ജയിലിലടച്ചത്. അതിന് പിന്നാലെ ജാമ്യത്തിനായി ശ്രമിച്ചെങ്കിൽ പോലും സെഷൻസ് കോടതി ജാമ്യം പരിഗണിക്കേണ്ടത്, അല്ലെങ്കിൽ ആ ജാമ്യാപേക്ഷ പരിഗണിക്കേണ്ടത് NIA കോടതിയാണെന്ന് പറയുന്ന സ്ഥിതി ഉണ്ടാവുന്നു. പിന്നാലെ ഒരു ആശയക്കുഴപ്പം ഉണ്ടാവുന്നു. പക്ഷേ NIA കോടതിയിൽ ജാമ്യാപേക്ഷ നൽകുന്നു. കൂടാതെ ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ കുറ്റം നിലനിൽക്കില്ലെന്ന വാദമാണ് പ്രധാനമായും കന്യാസ്ത്രീകളുടെ ഭാഗം അഭിഭാഷകൻ ഉന്നയിച്ചൊരു കാര്യം. എന്തായാലും കേസ് പ്രാരംഭഘട്ടത്തിലാണ് എന്ന് പ്രോസിക്യൂഷൻ കോടതി അറിയിക്കുകയുണ്ടായി. എന്തായാലും ഇന്നത്തേക്ക് വിധി പറയാൻ മാറ്റുകയായിരുന്നു. എന്തായാലും വിധി വന്നപ്പോൾ വളരെ ആശ്വാസകരമായ ഒരു വിധി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. വലിയ സന്തോഷവും ആഹ്ലാദമെല്ലാം തന്നെ കുടുംബാംഗങ്ങളും, അതോടൊപ്പം തന്നെ സഭാ നേതൃത്വവും സഭയിലെ വൈദികരെല്ലാം തന്നെ പങ്കുവെക്കുന്ന ഒരു കാര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത്. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. 9 ദിവസത്തിന് ശേഷമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിക്കുന്നത്. ബിലാസ്പൂരിലെ NIA കോടതിയാണ് ജാമ്യം നൽകുന്നത്. നേരത്തെ സെഷൻസ് കോടതിയിൽ പരിഗണിക്കേണ്ട ഒരു കേസായിരുന്നു ഈ മനുഷ്യക്കടത്ത് അടക്കമുള്ള കുറ്റങ്ങൾ. അത് NIA കോടതിയുടെ പരിഗണനയിൽ വരുന്ന കുറ്റമാണ്. അതുകൊണ്ട് ആണ് NIA കോടതിയിലേക്ക് കേസ് മാറുന്നത്. അതോടൊപ്പം തന്നെ വലിയ പ്രതിഷേധമെല്ലാം തന്നെ ഈ കന്യാസ്ത്രീകളുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട് രാജ്യവ്യാപകമായി ഉയരുന്നൊരു കാര്യമുണ്ടായി. LDF UDF അംഗങ്ങൾ ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം തന്നെ വലിയ പ്രതിഷേധമുയർത്തുന്ന ഒരു കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ തുടർച്ചയായി കണ്ടിരുന്നു. കൂടാതെ ഈ LDF UDF അംഗങ്ങളെല്ലാം ഛത്തീസ്ഗഡിൽ ക്യാമ്പ് ചെയ്ത് കന്യാസ്ത്രീകളുടെ മോചനത്തിനായി ശ്രമിക്കുന്ന ഒരു സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായി നേതാക്കൾ കൂടിക്കാഴ്ച നടത്തുന്നു. കൂടാതെ ഇതിനിടയിൽ വലിയ വിമർശനമെല്ലാം തന്നെ BJPക്കെതിരെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം. ആ ഒരു ഘട്ടത്തിൽ BJP സമവായ നീക്കവുമായി വൈദികരെ കാണുന്ന, അല്ലെങ്കിൽ ബിഷപ്പുമാരെ കാണുന്ന ഒരു സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടാകുന്നു. എന്തായാലും വലിയ ആശ്വാസകരമായ, ഇതിനെല്ലാം ഒടുവിൽ വലിയ ആശ്വാസകരമായ കാര്യത്തിലേക്ക് തന്നെ വന്നിരിക്കുന്നതാണ് എടുത്തു പറയേണ്ടത്. എന്തായാലും കന്യാസ്ത്രീകൾക്ക് മനുഷ്യക്കടത്തോടൊപ്പം തന്നെ മതപരിവർത്തന കുറ്റം ആരോപിച്ച് ജയിലിലടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നതാണ് ഏറ്റവും പ്രധാനമായും പറയേണ്ടത്. ഉപാധികളോടെയാണ് ജാമ്യം. 50,000 രൂപയുടെ ബോണ്ട് കെട്ടിവെക്കണം. അതോടൊപ്പം തന്നെ 2 ആൾജാമ്യം വേണം. കൂടാതെ പാസ്പോർട്ട് സമർപ്പിക്കണം, അല്ലെങ്കിൽ കെട്ടിവെക്കണം എന്നതാണ് ഈ ഉപാധി എന്ന് പറയുന്നത്. എന്തായാലും വളരെ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത്. ആതിര, തീർച്ചയായും ഉണ്ണികൃഷ്ണൻ, വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ ഉപാധികളോടെയാണ് ഇപ്പോൾ ജാമ്യം അനുവദിച്ചിരിക്കുന്നത്. 9 ദിവസങ്ങൾക്ക് ശേഷമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചത്. വ്യാപകമായിട്ടുള്ള പ്രതിഷേധങ്ങളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. പാർലമെന്റിലടക്കം വിഷയം ഉന്നയിക്കുന്ന സാഹചര്യം, പ്രധാനമന്ത്രിയുടെ ഒക്കെ നിർണായകമായിട്ടുള്ള ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് തീർച്ചയായും രാഷ്ട്രീയപരമായി നോക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധമെല്ലാം തന്നെ ഉണ്ടാവുന്ന ഒരു ഘട്ടമുണ്ടായി. ഒരു അനീതി എന്ന രീതിയിൽ ഇത് ഉയർത്തിക്കാട്ടിക്കൊണ്ട് LDF UDF അംഗങ്ങളെല്ലാം തന്നെ വലിയ ഒരു പ്രതിഷേധം ലോക്സഭയിലും രാജ്യസഭയിലും എല്ലാം തന്നെ ഉയർത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. പലതവണ ഈ വിഷയം ഉന്നയിക്കാനായി സഭയിൽ അനുമതി തേടിയപ്പോഴെല്ലാം തന്നെ അത് തള്ളുന്ന ഒരു സ്ഥിതി ഉണ്ടായി. തുടർന്ന് സഭയിൽ ഈ വിഷയം MP-മാർ അവതരിപ്പിച്ചു. പക്ഷേ ആ വിഷയം അനുവദിക്കാതെ തള്ളുന്ന സ്ഥിതി രാജ്യസഭയിൽ ഉണ്ടാകുന്നു. ആ രീതിയിൽ വലിയ പ്രതിഷേധമുണ്ടാകുന്നു. പിന്നാലെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിമാരുമായി LDF UDF അംഗങ്ങൾ കൂടിക്കാഴ്ച നടത്തി ഈ കാര്യങ്ങൾ വിശദീകരിക്കുന്നു. തുടർന്ന് ജാമ്യം ലഭിക്കുമെന്നൊരു ഉറപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി നൽകുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു. എന്തായാലും ആ രീതിയിലെല്ലാം തന്നെ വലിയ ഇടപെടലെല്ലാം തന്നെ ഉണ്ടായ ശേഷമാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്നതാണ് പറയേണ്ട ഒരു കാര്യം. ഇതിന് ഒപ്പം തന്നെ എടുത്തു പറയേണ്ട കാര്യം, വലിയൊരു പ്രതിഷേധം
KCBCയുടെ നേതൃത്വത്തിൽ തലസ്ഥാനത്ത് നടന്നതും എടുത്തു പറഞ്ഞ കാര്യമാണ്. ബിഷപ്പുമാരുടെ നേതൃത്വത്തിൽ വലിയ സംയുക്തമായി വലിയ വിവിധ സഭകളുടെ നേതൃത്വത്തിലായിരുന്നു ആ പ്രതിഷേധം. അത് വലിയ രീതിയിൽ തന്നെ വലിയ ഒരു വിമർശനങ്ങളെല്ലാം തന്നെ കേന്ദ്ര സർക്കാരിനെതിരെയും BJPക്കെതിരെയും എല്ലാം ഉയർത്തുന്ന ഒരു സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇന്നലെ വൈകിട്ടും ബിഷപ്പ് പാമ്പ്ലാനിയുടെ നേതൃത്വത്തിലെല്ലാം തന്നെ വലിയ ഒരു പ്രതിഷേധം ഉയരുന്ന സാഹചര്യമെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇത് എല്ലാം തന്നെ ഇതിനൊപ്പം തന്നെ ഉണ്ടായി എന്നതും എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും 9 ദിവസമായി ഛത്തീസ്ഗഡിലായിരുന്നു കന്യാസ്ത്രീകൾ. ഛത്തീസ്ഗഡിലെ ജയിലിൽ അടക്കപ്പെട്ടിരിക്കുകയായിരുന്നു കന്യാസ്ത്രീകൾ. പ്രധാനപ്പെട്ട റോജി എം ജോൺ അടക്കമുള്ള MLA-മാരടക്കം ഈ അവിടെ ക്യാമ്പ് ചെയ്ത് അവർക്കൊപ്പം ഉണ്ടായിരുന്നു എന്നതാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ അവരുടെ നീതിക്കായി വലിയ പോരാട്ടം ഈ നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായി, വലിയ ഇടപെടലുണ്ടായി എന്നതാണ് പറയേണ്ട ഒരു കാര്യം. കൂടാതെ BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അടക്കം ഇന്ന് ഛത്തീസ്ഗഡിലേക്ക് പോകുമെന്ന് രാവിലെ അറിയിച്ചിരുന്നു. എന്തായാലും വിവിധ പാർട്ടികളുടെ നേതാക്കളെല്ലാം തന്നെ ഇടപെട്ടുകൊണ്ട് വലിയ രീതിയിലുള്ള ഒപ്പം നിന്നുകൊണ്ടെല്ലാം തന്നെ ഒരു മോചനം സാധ്യമാക്കിയിരിക്കുന്നതും പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തായാലും ഈ കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഇത് വളരെ ഗുരുതരമായ കുറ്റങ്ങളെല്ലാം തന്നെ ചുമത്തിയ ഘട്ടത്തിലാണ് ഇത് NIA കോടതിയിലേക്ക് പോയത്. എന്തായാലും മനുഷ്യക്കടത്തടക്കമുള്ള കുറ്റങ്ങൾ അത് NIA കോടതിയുടെ പരിഗണനയിൽ വരുന്ന കുറ്റങ്ങളാണ്. അതുകൊണ്ടാണ് ഈ കേസ് ആ സെഷൻസ് കോടതിയുടെ അന്ന് പരിഗണിക്കുന്ന ഘട്ടത്തിൽ അത് പരിഗണിക്കാനാകില്ല എന്ന് സെഷൻസ് കോടതി പറഞ്ഞത് പിന്നാലെ ഹൈക്കോടതിയിൽ നൽകണോ അതല്ലെങ്കിൽ സെഷൻസ് ഈ NIA കോടതിയിൽ നൽകണോ എന്ന രീതിയിലുള്ള ആശയക്കുഴപ്പം ഉയർന്നിരുന്നു. പിന്നാലെ NIA കോടതിയിൽ ഈ ജാമ്യാപേക്ഷ നൽകുകയായിരുന്നു. അതിനുശേഷമാണ് ഇന്നലെ ജാമ്യം പരിഗണിക്കുന്ന ഘട്ടത്തിൽ ഈ കുറ്റം നിലനിൽക്കില്ല എന്നാണ് ഈ അപേക്ഷ പരിഗണിക്കുന്ന ഘട്ടത്തിൽ പ്രധാനമായി കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. അതുതന്നെയാണ് ആ വാദങ്ങളെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ട് ആ വാദങ്ങളെല്ലാം തന്നെ അംഗീകരിച്ചുകൊണ്ട് തന്നെ ജാമ്യം ലഭിച്ചിരിക്കുന്നതെന്നാണ് പറയേണ്ട ഒരു കാര്യം. ഈ കേസ് അല്ലെങ്കിൽ ഈ ഹർജി പരിഗണിക്കുന്ന ഘട്ടത്തിൽ കേസ് പ്രാരംഭഘട്ടത്തിലാണെന്നതാണ് പ്രതിഭാഗം പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാണിച്ച ഒരു കാര്യം. എന്തായാലും വളരെ നീണ്ട അല്ലെങ്കിൽ 9 ദിവസത്തിന് ശേഷം ജയിലിൽ അടയ്ക്കപ്പെട്ട കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നു എന്നത് തന്നെയാണ് പ്രധാനമായും പറയേണ്ട ഒരു കാര്യം. ഏറെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ്. നേരത്തെ കുടുംബാംഗങ്ങളെല്ലാം തന്നെ വലിയ ആശ്വാസമുണ്ട്, വലിയ ആഹ്ലാദമുണ്ട്, വലിയ സന്തോഷമുണ്ട് എന്ന അടക്കമുള്ള പ്രതികരണങ്ങളെല്ലാം തന്നെ നടത്തിയിരുന്നു. എന്തായാലും ഇന്ന് വൈകിട്ടോടെ തന്നെ ഈ നടപടിക്രമങ്ങളെല്ലാം തന്നെ പൂർത്തിയായ ശേഷം ജയിലിലെ നടപടിക്രമങ്ങളുണ്ട്, അതെല്ലാം തന്നെ പൂർത്തിയായ ശേഷം കന്യാസ്ത്രീകളുടെ മോചനം ഇന്ന് വൈകിട്ടോടെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൽ തീർച്ചയായും ഉണ്ണികൃഷ്ണൻ, അങ്ങനെ കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുകയാണ്, മോചനം ലഭിച്ചിരിക്കുകയാണ്. ഒടുവിൽ ഈ ഒരു വിധിയിൽ സന്തോഷത്തിലാണ് കുടുംബങ്ങളും മറ്റുള്ളവരും ഒക്കെ ഉള്ളത്. പ്രതികരണങ്ങളൊക്കെ വരുന്നുണ്ട്. കുടുംബം പറയുന്നത് ഈ വിധിയിൽ വളരെയധികം സന്തോഷമുണ്ടെന്നാണ് ഈ കന്യാസ്ത്രീയുടെ കുടുംബം അടക്കം പറയുന്നത്. 9 ദിവസത്തിന് ശേഷമാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഉപാധികളോടെയാണ് ജാമ്യം ലഭിച്ചിരിക്കുന്നത്. ഇന്ന് തന്നെ ജയിലിൽ നിന്നും പുറത്തിറങ്ങാനുള്ള ഒരു സാധ്യതയുണ്ടോ? കോടതി നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ ഇനിയുള്ള തുടർ നടപടികളൊക്കെ എങ്ങനെയായിരിക്കും ജയിലിൽ നിന്നും പുറത്തിറങ്ങുന്നതുമായി ബന്ധപ്പെട്ട്? അതിൽ തീർച്ചയായും അഭിഭാഷകൻ കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യം ഈ നടപടിക്രമങ്ങൾ, അതായത് ഈ പാസ്പോർട്ട് അതോടൊപ്പം തന്നെ ഈ ആൾജാമ്യം 50,000 രൂപയുടെ ബോണ്ട് ഇതടക്കം കെട്ടിവെച്ച് ആ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തീകരിച്ച് അതിനുശേഷമാകും ജയിലിലെ കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കുക. എന്തായാലും ഈ കോടതി ക്രമങ്ങൾ, ജയിലിലെ നടപടിക്രമങ്ങൾ ഇതെല്ലാം തന്നെ പൂർത്തിയായ ശേഷം ഇന്ന് വൈകിട്ടോടെ തന്നെ പുറത്തിറങ്ങാനാകുമെന്നാണ്, 5 മണിക്ക് മുമ്പായി തന്നെ പുറത്തിറങ്ങാനാകുമെന്നാണ് അഭിഭാഷകൻ പങ്കുവച്ച ഒരു പ്രതികരണം എന്ന് പറയുന്നത്. കൂടാതെ 8 മണി വരെ സമയം നീണ്ടു നിന്നാലും കുഴപ്പമില്ല എന്നൊരു കാര്യം അദ്ദേഹം പറയുന്നൊരു സ്ഥിതി ഉണ്ടായി. അവിടെ അങ്ങനെ ആ രീതിയിലുള്ള പ്രതിസന്ധികളൊന്നുമില്ല. 8 മണി വരെ നീണ്ടു നിന്നാൽ പോലെ ആ സമയത്തിനുള്ളിൽ തന്നെ 8 മണി വരെ നീണ്ടാലും ഇറങ്ങാൻ കഴിയുമെന്നാണ് കന്യാസ്ത്രീകളുടെ അഭിഭാഷകൻ പറഞ്ഞൊരു കാര്യം. എന്തായാലും വലിയ പ്രതീക്ഷ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളും നമ്മളോട് പറയുന്നത്. എന്തായാലും ഇന്ന് വൈകിട്ടോടെ തന്നെ ഈ കന്യാസ്ത്രീകൾക്ക് പുറത്തിറങ്ങാനാകും. 9 ദിവസത്തിന് ശേഷം ഇവർക്ക് പുറത്തിറങ്ങാനാകുമെന്നാണ് കരുതുന്നത്. എന്തായാലും സംസ്ഥാനത്ത് നിന്ന് UDF അതോടൊപ്പം തന്നെ LDF നേതാക്കളടക്കം കന്യാസ്ത്രീകളെ നേരിൽ കാണുകയുണ്ടായി, അവർക്ക് ആശ്വാസം വരികയുണ്ടായി. എന്തായാലും അവർക്കൊപ്പമുണ്ടെന്ന് അറിയിക്കുകയുണ്ടായി. ആ രീതിയിൽ LDF വനിതാ നേതാക്കളടക്കം ഇന്ന് രാവിലെയും അവിടെ സന്ദർശനം നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസവും സന്ദർശനം നടത്തുന്ന സ്ഥിതിയെല്ലാം തന്നെയുണ്ട്. PK ശ്രീമതി അടക്കമുള്ള ആളുകൾ അവിടെ ജയിലിലെത്തി കന്യാസ്ത്രീകളെ നേരിട്ട് കാണുന്ന ഒരു സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായി. കൂടാതെ UDF MPമാരും അടക്കം അവിടെ നേരിട്ട് കണ്ട് അവർക്ക് ഒപ്പമുണ്ടെന്നുള്ള കാര്യമെല്ലാം തന്നെ പറഞ്ഞ് അവർക്ക് ആത്മവിശ്വാസം നൽകുന്ന സ്ഥിതിയെല്ലാം തന്നെ ഉണ്ടായിരുന്നു. എന്തായാലും പ്രധാനപ്പെട്ട നേതാക്കളെല്ലാം തന്നെ ഛത്തീസ്ഗഡിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ രീതിയിൽ അവർക്കൊപ്പമുണ്ട്, അല്ലെങ്കിൽ എന്തായാലും ജാമ്യം ലഭിച്ചേ തീരുമെന്ന രീതിയിലുള്ള ഒരു പ്രതികരണം എല്ലാം തന്നെ നടത്തിയത്. എന്തായാലും ഇതിലെല്ലാം തന്നെ ഒരു ഉത്തരമുണ്ടായിരിക്കുന്നു, അല്ലെങ്കിൽ ഇതിനെല്ലാം തന്നെ ഒരു റിസൾട്ടിലേക്ക് വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് പറയേണ്ട ഒരു കാര്യം. എന്തായാലും NIA കോടതി ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ബിലാസ്പൂരിലെ NIA കോടതിയാണ് ഈ ഹർജികൾ
ജഡ്ജികൾ ജാമ്യ ഹർജി പരിഗണിച്ചത്. എന്തായാലും പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം ഈ ചുമത്തിയിരിക്കുന്ന മതപരിവർത്തന കുറ്റം അതോടൊപ്പം തന്നെ മനുഷ്യക്കടത്ത് എന്നീ കുറ്റങ്ങൾ നിലനിൽക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ഇന്ന് പരാതിക്കാരുടെ അഭിഭാഷകൻ എത്തിയില്ല എന്നൊരു കാര്യം കൂടി അവിടെ നിന്ന് ലഭിക്കുന്ന ഒരു വിവരമായി പറയാനുണ്ട്. എന്തായാലും ഈ രീതിയിൽ കഴിഞ്ഞ ദിവസം സെഷൻസ് കോടതിയിൽ ഈ ഹർജി വന്നൊരു ഘട്ടത്തിൽ വലിയ പ്രതിഷേധം ബജ്രംഗ് ദൾ പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാവുന്ന ഒരു കാര്യമെല്ലാം തന്നെ നമ്മൾ കണ്ടിരുന്നു. അന്ന് ജാമ്യം നൽകരുത് എന്നൊരു കാര്യമാണ് ഉയർത്തിക്കൊണ്ടാണ് വലിയ പ്രതിഷേധമെല്ലാം തന്നെ ബജ്രംഗ് ദൾ ഉയർത്തിയത്. ബജ്രംഗ് ദൾ നേതാവ് ജ്യോതി ശർമ്മയ്ക്കെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം എല്ലാം തന്നെ ഉണ്ടാകുന്നു. കൂടാതെ ഈ ഒരു ഘട്ടത്തിൽ കന്യാസ്ത്രീകൾക്കൊപ്പം അന്ന് ഉണ്ടായിരുന്ന പെൺകുട്ടികൾ ഈ ബജ്രംഗ് ദൾ നേതാവിനെതിരെ പരാതി നൽകുമെന്നൊരു വിവരം കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. എന്തായാലും ഈ ജാമ്യം ലഭിച്ചിരിക്കുന്നു. അതോടൊപ്പം തന്നെ FIR റദ്ദാക്കാനുള്ള ഒരു നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോകും. അത് ഈ സഭയുമായി ചേർന്ന് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് ഇപ്പോൾ കന്യാസ്ത്രീകൾ അഭിഭാഷകൻ വ്യക്തമാക്കിയൊരു കാര്യം. എന്തായാലും FIR-ൽ ഗുരുതര കുറ്റങ്ങളാണുള്ളത്. മനുഷ്യക്കടത്ത് അതോടൊപ്പം തന്നെ മതപരിവർത്തനം അടക്കമുള്ള ഗുരുതര വകുപ്പുകളാണ് ചുമത്തിയിരുന്നത്. ആ FIR റദ്ദാക്കാനുള്ള നടപടിക്രമങ്ങളും ഇതിനൊപ്പം തന്നെ അതുമായി ബന്ധപ്പെട്ട ആലോചനകൾ നടക്കുന്നുണ്ടെന്നാണ് കന്യാസ്ത്രീകൾ അഭിഭാഷകൻ പറഞ്ഞത്. എന്തായാലും സഭയുമായി ചേർന്നിട്ട് അതിനുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് വളരെ ആശ്വാസകരമായ വാർത്ത തന്നെയാണ് കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചു എന്നുള്ളത്. അല്പസമയത്തിനകം തന്നെ അതൊരു വൈകിട്ടോടുകൂടി തന്നെ കന്യാസ്ത്രീകൾ പുറത്തിറങ്ങുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ആതിര. തീർച്ചയായും ഉണ്ണികൃഷ്ണൻ, ഈ കേസ് ആരംഭിച്ചത് മുതൽ വലിയ സംശയമായിട്ടുള്ള കുറേ കാര്യങ്ങൾ നിലവിലുണ്ടായിരുന്നു. ഇപ്പോൾ വലിയ തരത്തിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് വരുന്നത്. മാർ ആൻഡ്രൂസ് താഴത്തിന്റെ അടക്കം പ്രതികരണങ്ങൾ വരുന്നുണ്ട്. കന്യാസ്ത്രീകൾക്ക് ജാമ്യം ലഭിച്ചതിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കടക്കം മാർ ആൻഡ്രൂസ് താഴത്ത് നന്ദി പറയുന്നുണ്ട്. നിരവധി പേരുടെ പ്രതികരണങ്ങളടക്കം ഈ ഒരു സാഹചര്യത്തിൽ വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് വ്യാപകമായിട്ടുള്ള പ്രതിഷേധമാണ് ഈ കന്യാസ്ത്രീകൾ ജയിലിൽ അടയ്ക്കപ്പെട്ട ഒരു സംഭവത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിന് തീർച്ചയായും വലിയ പ്രതിഷേധം നമ്മൾ കണ്ടിട്ടില്ലാത്ത രീതിയിൽ തന്നെ സഭാ നേതൃത്വം തെരുവിലിറങ്ങി വലിയ രീതിയിലുള്ള പ്രതിഷേധത്തിലേക്ക് വരുന്നു എന്നതാണ് നേരത്തെ കണ്ടൊരു കാര്യം. KCBCയുടെ നേതൃത്വത്തിൽ മാർ ക്ലിമിസിൻ്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം തലസ്ഥാനത്ത് നടക്കുന്നു. കൂടാതെ വിവിധ ജില്ലകളിലെല്ലാം തന്നെ കന്യാസ്ത്രീകളും വൈദികരുമെല്ലാം തന്നെ തെരുവിലിറങ്ങി പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച കണ്ടിരുന്നു. മൂടിക്കെട്ടി പ്രതിഷേധിക്കുന്ന രീതിയിലെല്ലാം തന്നെ വരുന്നു. ആ രീതിയിൽ വലിയ വിമർശനങ്ങളെല്ലാം തന്നെ ഉണ്ടാകുന്നു, വലിയ പ്രതിഷേധമെല്ലാം തന്നെ ഉണ്ടാകുന്നു. കഴിഞ്ഞ ദിവസവും പ്രതിഷേധം ജാമ്യം ലഭിക്കാതിരുന്ന ഒരു ഘട്ടത്തിൽ ഇന്നലെയും വലിയ പ്രതിഷേധമെല്ലാം തന്നെ താമരശ്ശേരി രൂപതയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അതെല്ലാം തന്നെ കണ്ടൊരു കാര്യം തന്നെയാണ്. എന്തായാലും ഇതിനെല്ലാം തന്നെ ഒടുവിലാണ് ഈ ജാമ്യം എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം. കൂടാതെ UDF LDF MP മാർ വലിയ ഒരു പ്രതിഷേധം കാഴ്ചവെക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. രാജ്യസഭയിലടക്കം ഈ വിഷയം